ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണൂരിലെ ധനേഷേട്ടന് വേണ്ടിയിട്ടുള്ള ടേബിളും അതിന്റെ ബെഞ്ചും, അതായത് ചെയറില്ല ബെഞ്ചാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടോ. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ടേബിളും ബെഞ്ചും ഇത് 3 ഭാഗത്തുള്ളൂ കേട്ടോ. ഒരു ഭാഗം ചുമരിനോട് ചാരി ഇടുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബെഞ്ചാക്കിയത് കേട്ടോ. അപ്പോ ബെഞ്ചാണെങ്കിലും നല്ലൊരു ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ ആണെങ്കിലും ശരി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മട്ടത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ ഗ്ലാസ് കണ്ണൂരിക്കുള്ളത് കൊണ്ട് അവിടെ അവര് മാർബിൾ ടോപ്പോ ഗ്ലാസോ എന്തോ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ധനേഷേട്ടൻ എന്നോട് സാധാരണ ഒരു ബെഞ്ച് എന്നാ പറഞ്ഞു കേട്ടോ. സാധാരണ ഒരു ബെഞ്ച് തന്നെ. അപ്പൊ നമ്മുടെ ഇത്രയും സാധനം എടുക്കുന്ന സമയത്ത് നമ്മളെ വക എന്തെങ്കിലും ഒരു മോഡൽ ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ബെഞ്ചിന്റെ സൈഡ് കണ്ടില്ലേ, ചെറിയൊരു പരിപാടിയാണ് സംഭവം. CNC കട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് 7-3 ടേബിളാണ് കേട്ടോ. ഇത് 7-3 ടേബിളാണ്. നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് കേട്ടോ. കൂപ്പിന്ന് കിട്ടുന്ന തേക്കിലല്ല നമ്മൾ ചെയ്യുന്നത്. നാട്ടിൽ കിട്ടുന്ന നിലമ്പൂരത്തെ ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഫോറസ്റ്റ് തേക്കിന്റെ ഏന ഉണ്ടല്ലോ, അതായത് കൂപ്പ് തേക്കും നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് തേക്കൊക്കെ ഒന്ന് തന്നെയാണ്. കൂപ്പ് തേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് 5-10 കൊല്ലം വെയിലും മഴയും തട്ടി മുറിച്ചിട്ടിട്ട് എല്ലാ കേടും തീർന്ന സാധനമാകും. അതുകൊണ്ടാണ് അതിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. അപ്പൊ ഇത് 100% കാതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഈ ഗ്ലാസ് ഇട്ടിട്ടേ അവിടെ പോയിട്ട് ക്ലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടാ. ഇത് 4x4 കാലാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ബെഞ്ചിനാണെങ്കിൽ ശരി, ബെഞ്ചിനാണെങ്കിൽ ശരി നമ്മൾ 2.5x2 ബെഞ്ചിന് ഉപയോഗിച്ചത്. ഈ ഭാഗം സൈഡ് ഭാഗത്ത് ചെറുതാട്ടോ, 3 അടി നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇതിന്റെ ഒരു നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് 7 അടി നീളത്തിലാണ് ഈ ബെഞ്ച് വരുന്നത്. അപ്പൊ 7 അടി നീളത്തിലായപ്പോ നമ്മള് ഇതിന്റെ സൈഡത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സാധാരണ 3 കൊടുക്കല്, ഞാൻ നമ്മളെ വക ഒരു 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ 7 അടി നീളം വരുന്നല്ലേ, ഡാമേജ് ഒന്നും വരരുത് വിചാരിച്ചിട്ട് 4 ഇഞ്ച് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണതും ലൈക്ക് ചെയ്യണതാണ് നമ്മളൊരു സപ്പോർട്ട്. എന്തെങ്കിലും അഭിപ്രായം നമ്മൾ എന്തെങ്കിലും തിരുത്താണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, നമ്മളത് തിരുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.